V-Star presents Behind Woods Golden Mike musical concert. Bookings are open now on Book My Show and Paytm Insider. ട്രോളുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നത് ഡബിൾ മീനിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇത്? കുറച്ചൊക്കെ മനഃപൂർവ്വമാണ്. ഹോട്ടലിൽ കയറി ഒരു പലഹാരം എടുത്തത് മനഃപൂർവ്വം അല്ലേ? തൊളയുള്ള വടയുണ്ടോന്ന് ചോദിച്ചാൽ അതെ അതെ, അത് വടക്കെല്ലാം തൊളയുണ്ട്. അതുകൊണ്ടാണ് തൊളയുള്ള വട എന്ന് പറയുന്നത്. ഞാൻ വെറുതെ വട എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, വടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം പോയത് മനഃപൂർവ്വമല്ല. ഞാൻ ഈ യാത്രകളിലൊക്കെ ലൈറ്റ് ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഫ്രഷ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലാണ് പോവുക. ആദ്യം നോക്കുക, ഫ്രീസർ ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ കയറുക. അപ്പൊ തലവസ്തി ഒന്നും അധികം ഉണ്ടാവില്ല. അങ്ങനെയാണ് കയറിയത്. കയറി കഴിയുമ്പോ അവിടെ ഇരിക്കുമ്പോ നമ്മുടെ തലയില് ഇത്തിരി എന്റർടൈൻമെന്റ് നർമ്മം വരുമ്പോ പറയും, അപ്പൊ അത് തമാശയാവും, ഇതാക്കും. പക്ഷെ അവരൊക്കെ പറയും, നന്നായി ബോച്ചെ, ഇനിയും വരണം, കച്ചവടം കൂടി, ആൾക്കാര് ബോച്ചെ വരുന്ന സ്ഥലം അന്വേഷിച്ചാ വരണേന്ന്. അല്ല, അത് പറഞ്ഞു കഴിഞ്ഞ് ടിവിയിലോ അല്ലെങ്കിൽ എല്ലായിടത്തും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൊഞ്ചം ഓവറായെന്ന് തോന്നിയായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്നറിയോ, ഞാനിത് ചെയ്യുമ്പോ അവരോട് ചോദിക്കും, ഞാനിത് പോസ്റ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? അപ്പൊ ഇല്ല മക്കളെ, ഇത് തമാശയാണ്, ബോച്ചെ തമാശ അടിക്കുന്നു, ഞങ്ങൾക്ക് അത് ആ സെൻസിൽ എടുക്കാനൊക്കെ അറിയാം, ഞങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു. അപ്പൊ ഇവർക്കും ഇവരുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത വിഷമമാണ് ചിലവർക്കുള്ളത്. ഖത്തറിലേക്ക് കോളേജിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞതോ? എന്റെ അമ്മ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദമായിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ഈ യാത്രയുണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്ന് സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചാണുള്ള യാത്രയായിരുന്നു ഖത്തറിലേക്ക്. പക്ഷെ അത് എവിടെയാ, കർണാടക കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും എന്റെ ഏറ്റവും അടുത്ത ഒരു സ്റ്റാഫ്, സീനിയറാണ്, ടീമിനെ നയിച്ചിരുന്ന, അറ്റാക്കായിട്ട് മരിച്ചുപോയി. അപ്പൊ എനിക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായി പോയി. അപ്പൊ പിന്നെ അത് തുടർന്ന് കഴിഞ്ഞാൽ എനിക്കായാലും സ്റ്റാഫിലായാലും അതൊരു ഭയങ്കര ഇതാവില്ല, ആഘോഷമായിട്ട് മുമ്പോട്ട് പോവാ, ഇത്രയും വർഷമായിട്ടുള്ള ആള്. അങ്ങനെ അത് തൽക്കാലം നിന്നു, വീണ്ടും അതിന്റെ തുടരണം കാര്യങ്ങളാണ്. അപ്പൊ ഈ യാത്രയിലുള്ള ലക്ഷ്യം, ഞാൻ ഈ ചോദ്യത്തിന് ഇതിലേക്ക് കണക്ട് ചെയ്ത് വന്നാലേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ആ സൈക്കിളിന്റെ മാത്രം ട്രോളായിട്ട് വന്നിട്ടുണ്ട്, അത് മാത്രം കാണുന്നവർക്ക് മോശമായിട്ട് തോന്നും. അപ്പൊ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഡ്രഗ്സിനെതിരെ, ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നതാണ്. അതായത് മറഡോണയുടെ പഞ്ച് ലൈനാണത്, ഫുട്ബോൾ അഡിക്ഷൻ എഗെയിൻസ്റ്റ് ഡ്രഗ് അഡിക്ഷൻ. ഇതാണ് കാരണം. മറഡോണ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അറിയാലോ അല്ലെ? 6-7 വർഷം മുമ്പ് വരെ ആയിരുന്നു. പിന്നെ അത് നിർത്തി, കള്ള് മാത്രമാണ് കുടിച്ചിരുന്നത് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പോർട്സ്, സാമ്പത്തികം, ആരോഗ്യം ഒക്കെ ഈ ഡ്രഗ്സ് കാരണം നഷ്ടപ്പെട്ടു. കുറ്റബോധം ഉണ്ടായ ഒരാളാണ്. അപ്പൊ ആ സന്ദേശങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ബോച്ചെ ആൻഡ് മറഡോണ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഉദ്ഘാടനം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ത്യക്ക് ഒരു ടീം വേണം ഫിഫ വേൾഡ് കപ്പ് കളിക്കാനായിട്ട്. എനിക്കൊരു ആഗ്രഹം ഉണ്ട്, അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ AFA വഴി, അർജന്റീന ഫുട്ബോൾ അക്കാഡമി വഴി നമുക്ക് ഇന്റർനാഷണൽ ടീമിനെ കൊടുന്ന് കോച്ചിങ് കൊടുക്കാന്നൊക്കെ ഏറ്റിരുന്നു. ആ ഉദ്ഘാടനമൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി, ഇപ്പോ സ്വർഗത്തിൽ അടിച്ചു പൊളിക്കുകയായിരിക്കും മാലാകമാരായിട്ട്. അപ്പോ അത് ഞാൻ ഏറ്റെടുത്തിട്ട് ഈ യാത്രയിൽ അതുമായിട്ട് മുമ്പോട്ട് പോവാണ്. ക്യാമ്പസിൽ കയറി അറിയാലോ, ക്യാമ്പസ് നമ്മുടെ കയ്യിൽ വല്ലതും നിൽക്കോ? അവിടെ കയറിയ അവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ റോൾസ് റോയ്സിന്റെ മുകളിലും അകത്തും സൈക്കിളിലും ഒക്കെ ചാടി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കയറുന്നുണ്ട്. ആ മൊത്തം വീഡിയോ കണ്ട ഒന്നും തോന്നില്ല. ഒരു പെൺകുട്ടി സൈക്കിളിന്റെ ബാക്കിൽ ചാടി കയറി, എന്നിട്ട് ആ ഗേറ്റിന്റെ അവിടെ ഇറങ്ങി, ഞാൻ ഇറക്കി വിട്ടു. അപ്പോഴേക്കും എന്താ പറയാ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ കുട്ടീനെ കയറ്റിന്ന് പറയണേ ഞാൻ, സൈക്കിളിന്റെ ബാക്കില് അത് ചാടി കയറിയതാണ്. ഇതൊന്നും അറിയാത്തവര് ഈ കുട്ടി കയറിയതാണോ കയറ്റിയതാണോ ഒന്നും അറിയില്ല. അവിടെ കയറ്റിന്നാക്കി ഖത്തറിലേക്ക് കൊണ്ടുപോയി എന്നാ പറയണേ. അങ്ങനെ പറഞ്ഞില്ലേ വീഡിയോയില്? ഞങ്ങൾ രണ്ടുപേരുടെ ഖത്തറിൽ പോവാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ തമാശക്ക് പറയാ. എന്നിട്ട് അവിടെ ഗേറ്റിൽ ഇറക്കി വിട്ടല്ലോ. ആ കുട്ടിക്കും കൂട്ടുകാർക്കും ഒന്നും ഒരു പ്രശ്നമില്ല, ഇത് തമാശയാണ് എന്താന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അപ്പോഴേക്ക് ഇത് വിവാദമായി. ക്ലബ് ഹൗസിൽ എന്നാള് സംസാരത്തിൽ കേട്ടു, ആ കുട്ടിയെ ദുരുപയോഗിച്ച് വരട്ടുണ്ടാവാം, ബോച്ചെ ഖത്തറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്കിത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാൻ നെഞ്ചടിച്ചു പോയി. എത്ര ആ ക്യാമ്പസിൽ നിന്ന് ഒരു 25 അടി ഇപ്പുറത്തേക്ക് കൊണ്ട് നിർത്തി. അത് എത്രയോ കോളേജുകളിൽ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് മാത്രം എടുത്തിട്ട് അത് ഫ്രെയിം ആക്കിയിട്ട് വിട്ടു. എങ്ങനെ വേണേ വളച്ചൊടിക്കാലോ.